വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൽമുട്ട് വേദനയെ പറ്റിയിട്ടാണ്. ശ്രീലേഷ് ഡോക്ടർ നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഡോക്ടർ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും. കുറച്ച് വയസ്സായ ആൾക്കാർക്ക് നമുക്ക് ഈ മുട്ടിന് ചുറ്റും ഉണ്ടല്ലോ, മുട്ടിന് ചുറ്റും നല്ല നീരുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് നല്ല ഇങ്ങനെ ചുവന്നിട്ട് റെഡ്നെസ് ഇങ്ങനെ നിറഞ്ഞുണ്ടാവും. അപ്പോൾ പിന്നെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ഉണ്ടാവും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്നൊന്ന് പറഞ്ഞുതരാമോ? നീ ജോയിന്റ് പറയുമ്പോൾ അതിൽ 3 വലിയ എല്ലുകൾ വരുന്നുണ്ട്. പിന്നെ ലിഗമെന്റ്സും ബർസേസും അങ്ങനെ തുടങ്ങി ഒത്തിരി സ്ട്രക്ചേഴ്സ് ചേർന്നിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുവെച്ചാൽ, ഇപ്പോൾ എന്തെങ്കിലും ഇടിയോ ചതവോ അങ്ങനെ ഉണ്ടെങ്കിൽ, മീൻസ് ഒരു ഇഞ്ചുറി, ഒരു ട്രോമ ഉണ്ടാവുക അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാം. ഇപ്പോൾ ഗൗട്ടി ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ്, അത് ഒരു ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ പോലെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിക് ആസിഡ്സിന്റെ ക്രിസ്റ്റൽസ് നമുക്ക് ഈ ജോയിന്റിൽ ഡെപ്പോസിറ്റ് അങ്ങനെ വരാം. അതുപോലെ പിന്നെ നമുക്ക് തേയ്മാനം വരും, അതായത് ഡീജനറേഷൻ ഉണ്ടാവുന്നതാണ്. അത് മേ ബി ഏജ് വെച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന ജോലി ഒരുപാട് സ്റ്റെപ്പ് കയറും, അല്ലെങ്കിൽ ഒത്തിരി നമുക്ക് മൂവ്മെന്റ്സ് കാലിനൊക്കെ വരുന്ന കേസുകളൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡയറ്റും എക്സസൈസും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വീണ്ടും ഇതുപോലുള്ള തേയ്മാനം കേസുകൾ വരാം. അങ്ങനെ പിന്നെ അകത്തുള്ള പല സ്ട്രക്ചേഴ്സിനും നീരുണ്ടാവുന്ന കേസുകളുണ്ട്. അപ്പം ഓവർ സ്ട്രെയിൻ വരുമ്പോഴാണ് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതലും വരുന്നത് തേയ്മാനം ബേസ്ഡ് ആണ് ഏറ്റവും കൂടുതലും വരുന്നത്. നമ്മുടെ ആയുർവേദ ഭാഷ പറയുമ്പോൾ സന്ധിഗതവാദം എന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ ഒന്നെങ്കിൽ വീണിട്ടോ എന്തെങ്കിലും ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ ബേസ്ഡ് വരാം. അപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ESR കൂടുതലായിരിക്കും. ഇനി നമുക്കൊരു സംശയമുണ്ട്, യൂറിക് ആസിഡ് കൂടുതലാണോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യാം. അപ്പോഴും ഇതുപോലെ തന്നെയാണ്, നമുക്ക് അത് വേദനയും നീരൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൈറ്റ് ലെഗിലാണ് കൂടുതൽ നമുക്ക് പെയിനും സ്വെല്ലിങ്ങും കൂടുതൽ കാണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരും വേദനയില്ലേ സാരമില്ല അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങ് കളയും. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കൂടുതലും നമ്മൾ പ്രഷർ കൊടുക്കുന്ന ലെഫ്റ്റിലേക്ക് പോകും. അതെ, ഒരു ഒന്നുകിൽ അങ്ങനെ മുണ്ട് കാണും, ഇല്ലേ ചില അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരേ സ്ഥലത്ത് നമ്മൾ ചെന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. വലത് കാല് താങ്ങിയായിരിക്കാം അത്രയും കാലം നിന്നിട്ടുണ്ടാവുക. പൊതുവെ എല്ലാ മനുഷ്യർക്കുള്ള ഒരു പതിവ് സ്വഭാവമാണ് ഏതെങ്കിലും ഒരു കാലിൽ മാത്രം താങ്ങി നിൽക്കാന്നുള്ളത്. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും, ലെഫ്റ്റിൽ മാത്രമായിട്ട് താങ്ങി നിൽക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നീരും വേദനയും കൂടുതൽ ലെഫ്റ്റിലേക്ക് മാറും. അപ്പൊ 2 മുട്ടും എഫക്റ്റഡ് ആവും. എന്നാൽ നമ്മൾ എക്സ്റേയോ മറ്റെന്തെങ്കിലും എടുത്ത് നോക്കുന്ന സമയത്താണെങ്കിൽ റൈറ്റിലായിരിക്കും തേയ്മാനം കൂടുതൽ കാണുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൂടുതൽ കാണുന്നത്. പക്ഷെ വേദന കൂടുതൽ വരുന്നത് മറ്റതിലായിരിക്കും. അതുപോലെ അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ വരാം, വന്നുകൂടെയില്ല. അത് ഓരോരുത്തരുടെയും ഇപ്പൊ ചെറിയ കുട്ടികൾക്കും വരാം, വലിയ ആൾക്കാർക്കും വരാം, പ്രായമുള്ളവർക്കും വരാം. പ്രായമുള്ളവർക്ക് കോമൺ ആയിരിക്കും. ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണ്? ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താണ് ഈ പറഞ്ഞ കണക്ക് തന്നെ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നു. അപ്പൊ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് കല്ല് പോലെ ആയിരിക്കും കിടക്കാം, ഒരേലുണ്ടാവും. അപ്പം ഇൻഫെക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇൻഫ്ലമേഷൻ ആയിട്ടും കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ CRP കൂടുന്ന കണ്ടീഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. CRP കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇരിക്കുന്ന കാല് വന്ന് നല്ല റെഡ്നെസ് ഉണ്ടാവും. ആ റെഡ്നെസ് മാറി പിന്നെ അത് ഫുള്ളായിട്ട് പഴുക്കാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഇത് എന്ത് അവസ്ഥയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്കും ഈ റീസെൻ്റ്ലി അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും മോശമായിട്ടുള്ള കേസുകൾ വരാറുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് പഴുപ്പും കൂടെ ആയി കഴിഞ്ഞു, നീര് മാത്രമല്ല. അപ്പം നീര് മാത്രമായിരുന്നെങ്കിൽ ആ റെഡ്നെസ്സും സ്വെല്ലിങ്ങും മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ചെറിയ യെല്ലോയിഷും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ പസ്സും കൂടെ വന്നിട്ടുള്ളതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത സിവിയർ പെയിൻ ആയിരിക്കും. അപ്പം CRP ഒക്കെ കൂടുന്ന കേസുകളിലാണ് പൊതുവെ ഇൻഫെക്ഷൻസ് ആയിട്ട് കാണുക. അതെ, ചില ഇപ്പോൾ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കും ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോഴും പിന്നെ അല്ലെങ്കിൽ കുറച്ച് ലോങ് ആയിട്ട് നടക്കുമ്പോഴെല്ലാം ഒരു ജസ്റ്റ് ഒരു ക്രാക്കിംഗ് സൗണ്ട് പോലെ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, എന്താ അതിന്റെ കാരണം? അതായത് ഞങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ ക്രെപ്പിറ്റസ് കേൾക്കാന്ന് പറയും. അതെ, ക്രെപ്പിറ്റസ് എന്നാണ് പറയാ. ക്രെപ്പിറ്റസ് കേൾക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ ക്രാക്കിംഗ് പോലെ, ചിലപ്പോൾ ഗ്രൈൻഡിങ് പോലെ, ചിലപ്പോൾ പോപ്പിംഗ് പോലെ, അങ്ങനെ പല ടൈപ്പിലായിരിക്കും നമുക്കത് കേൾക്കാം. അതിപ്പോ പ്രായമുള്ളവരെന്നില്ല. പണ്ട് നമുക്കൊരു 50 അല്ലെങ്കിൽ 60 വയസ്സ് കഴിയുമ്പോഴേ ഈ സൗണ്ട് കേൾക്കുള്ളൂ. സ്റ്റെപ്പ് കയറുമ്പോഴോ അല്ലെങ്കിൽ നോർമലി കുറച്ച് ഹൈറ്റിലേക്ക് നടക്കുമ്പോഴൊക്കെ ടിക് ടിക് സൗണ്ടുകൾ കേൾക്കും, അങ്ങനെ കേൾക്കായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമുള്ളവരെന്നില്ല, യൂത്തിലും അത് കോമൺ ആണ്. ഇപ്പൊ വെറുതെ നമ്മളിങ്ങനെ
തല ഇങ്ങനെ ആക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുക, അല്ലെങ്കിൽ കാലൊന്നിങ്ങനെ നമ്മൾ ചെറുത മൂവ് ചെയ്യുമ്പോഴേ സൗണ്ട് കേൾക്കുന്നത്, നിന്നിട്ട് കാലൊന്നിങ്ങനെ ഫ്ലെക്സ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ സൗണ്ട് കേൾക്കാം. ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് ക്രെപ്പിറ്റസ് തന്നെയാണ് മുട്ടിൽ കേട്ടത്. അപ്പൊ അങ്ങനെ കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല കാരണങ്ങളും വരും. അതിൽ മെയിൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു PFS എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, പാറ്റലോ ഫ്യൂമറൽ പെയിൻ സിൻഡ്രം എന്ന് പറയും. അതെന്ന് പറയുമ്പോൾ ഫ്യൂമർ മീൻസ് നമ്മുടെ തൈബോൺ ആണ്. ആ തൈബോണിന് മുകളിൽ ചിരട്ട മൂവ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവുന്ന പെയിനും അതിൻ്റെ കൊണ്ടുണ്ടാവുന്ന സൗണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ജോയിന്റ് എന്ന് പറഞ്ഞാൽ സൈനോവിൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ സംഭവത്തിലാണ് കിടക്കുന്നത്. അതിന് ചുറ്റും ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ആ സൈനോവിൽ ഫ്ലൂയിഡിൽ എയർ ബബിൾസ് ഉണ്ടാവും. അതുകൊണ്ടും അങ്ങനെ വരാം. എയർ ബബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ഇങ്ങനെ എയർ ഓടി നടക്കാണല്ലോ, എവിടെ വേണോ വരാം, ചാൻസസ് ഉണ്ട്. ബേസിക്കലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ പല ആൾക്കാരും ടൈംലി ഫുഡ് എടുക്കില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്യാസ് കയറും. ആ ഗ്യാസ് ഇപ്പോൾ എങ്ങനെയായിരുന്നാലും പുറത്തേക്ക് പോകുന്നുണ്ട് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ 100% മുഴുവനും പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ അത് പല തരത്തിൽ ഇപ്പോൾ പറയുന്ന നമ്മൾ പറയാറുണ്ട്, എയർ ബബിൾ പോലെ എന്താണ് ബ്രെയിനിൽ കയറിയിട്ടാണ് സ്ട്രോക്ക് ഉണ്ടായത്. എങ്ങനെയാ തലയിലേക്ക് എയർ ബബിൾ പോയെ? അപ്പം ശരീരത്തിൽ ആവശ്യമില്ലാതെ എയർ ഇങ്ങനെ ബാക്കി കിടക്കുന്നത് ശരീരത്തിൽ പല റൂട്ടിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അത് എവിടെ എങ്ങനെ ചെന്ന് പ്രശ്നമാവുന്ന നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മുട്ടിന്റെ കാര്യത്തിലും സംഭവിക്കാം. അതെ. പിന്നെ തേയ്മാനം കേസുകളിലാണ് ഏറ്റവും കൂടുതലും ക്രെപ്പിറ്റസ് കാണാം. അപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നോർമൽ എക്സാമിനേഷനിൽ പോലും നമുക്ക് ആ ക്രെപ്പിറ്റസിന്റെ സൗണ്ടും അല്ലെങ്കിൽ ആ ഗ്രൈൻഡിങ് സൗണ്ടും ഒക്കെ വെച്ചിട്ട് എത്രത്തോളം ഡീജനറേഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഒരു 30 to 50 ആ ഒരു ഏജിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇത് കണ്ടുവരുന്നത്. ഏറ്റവും കൂടുതൽ പേഷ്യൻസ് എനിക്ക് വരുന്നതും ആ ഒരു ഏജിലുള്ള. ഒന്ന് ഡയറ്റ് തന്നെയാണ്, രണ്ടാമത് റെഗുലർ എക്സസൈസ് ഇല്ലാത്തത്. പിന്നെ ഇതിനെല്ലാത്തിനും പുറമെ ഓവർ വർക്ക് ലോഡ്, അതാണ് മെയിൻ. മീൻസ് നമുക്ക് നമ്മുടെ ഫുൾ ബോഡിയെ താങ്ങി നിർത്തുന്ന മെയിൻ 2 ജോയിന്റ്സ് എന്ന് പറയുന്നത് നീയും ആംഗിളും ആണ്. അപ്പൊ ഇതിന് നമ്മളെ ശരീരം താങ്ങാനും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് താങ്ങാനും പറ്റണം. അപ്പം അതിന് ഓവർ സ്ട്രെയിൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ എന്തും സംഭവിക്കാം. നമുക്ക് ഈ കാൽമുട്ട് വേദന പോലെ തന്നെ നമുക്ക് കൈമുട്ട് വേദന വരാറുണ്ട്. ചില ആൾക്കാർക്കാണെങ്കിൽ രാവിലെ എഴുതിക്കുമ്പോഴേ നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും, നല്ല ജോയിന്റ് ഒക്കെ നല്ല സ്റ്റിഫ് ആയിട്ടിരിക്കും, നമുക്ക് കൈയായാലും കാലായാലും. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അതായത് പൊതുവെ പ്രായമുള്ളവർ പറയും വാദം കൂടിയിട്ടാണ്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് വാദത്തിന്റെ ഇതിൽ തന്നെയാണ് ഇതെല്ലാം വരുന്നത്. എന്നാൽ മീൻസ് 3 കണ്ടീഷൻസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഒന്ന് ഓസ്റ്റിയോആർത്രൈറ്റിസ് മീൻസ് നമ്മുടെ തേയ്മാനം, അത് തന്നെയാണ്. പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, പിന്നെ വരുന്നത് ഗൗട്ടി ആർത്രൈറ്റിസ്. ഇത് 3ഉം ആർത്രൈറ്റിക് വിഭാഗത്തിൽ വരുന്നത് തന്നെയാണ്. ഇത് കോമൺ കോസസ് ആണ്. ഇത് 3ഉം മോസ്റ്റ്ലി കോമൺലി കാണുന്ന സംഭവങ്ങളാണ്. അതിലും ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നത് ഓസ്റ്റിയോആർത്രൈറ്റിസ് ആണ്, പക്ക തേയ്മാനം തന്നെയാണ്. അപ്പോൾ ഈ ചില കേസുകളിൽ ഭയങ്കരമായിട്ടും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൗട്ടി ആർത്രൈറ്റിസ് കേസ് നമ്മൾ എടുക്കുകയാണ്. ആ കേസുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽസ് അക്യുമുലേറ്റ് ചെയ്യും ജോയിന്റിൽ. അപ്പോൾ മുട്ടിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈവൻ നമ്മുടെ വിരലുകളുടെ ഓരോ ജോയിന്റ്സിൽ വരെ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ആ ജോയിന്റ്സ് കൊണ്ട് സ്വെല്ല് ചെയ്യാൻ തുടങ്ങും. ആദ്യം നോർമൽ സ്വെല്ലിംഗ് ആയിരിക്കും, ചെറിയൊരു വേദനയൊക്കെ കാണുള്ളൂ, കാര്യമാക്കില്ല. കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ വലിയ സ്വെല്ലിംഗ് ആവും. അപ്പോൾ ഓരോ ജോയിന്റിലും അങ്ങനെ സ്വെല്ലിംഗ്, അത് കയ്യിൽ മാത്രമല്ല കാലിലും ഉണ്ടാവും. അപ്പോൾ ഈ സ്വെല്ലിംഗ് ഇങ്ങനെ കൂടി വരുന്നതനുസരിച്ച് പയ്യെ അതിന്റെ നിറം മാറാൻ തുടങ്ങും, റെഡ്നെസ് വരും. അത് പിന്നെ ഭാവിയിൽ പഴുക്കാൻ തുടങ്ങും. പിന്നെ നമുക്ക് സർജറി പോലുള്ള കണ്ടീഷൻസ് ഓരോന്നും ചെയ്യേണ്ടി വരും. അത് അതിന്റെ സിവിയർ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പൊ അത്രയും പോകുന്നതിന് മുമ്പ് ചെറിയ വിഷയങ്ങൾ വരുമ്പോഴേ നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റി പിന്നെ പ്രശ്നം വരത്തില്ല. അതെ. അമിത വണ്ണമുള്ള ആൾക്കാരുണ്ടല്ലോ, നല്ല വണ്ണമുള്ള നല്ല തടിയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്ക് മുട്ടുവേദന വരാനുള്ള ചാൻസ് ഉണ്ടോ? ഓഫ് കോഴ്സ് 100% വരും, അതിൽ ഒരു സംശയമില്ല. കാര്യം ഓവർ വെയിറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡിയുടെ വെയിറ്റ് അത്രയും താങ്ങുന്നത് ഈ നീ ജോയിന്റ് ആണ്, പിന്നെ ആംഗിൾ ജോയിന്റ്. നീ ജോയിന്റ് കഴിഞ്ഞിട്ടേ ആംഗിൾ ജോയിന്റിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ അത്രയും സ്ട്രെയിൻ അവിടേക്ക് പോവാണ്. അപ്പൊ ഇൻക്രീസ്ഡ് പ്രഷറാണ്. അത്രയും പ്രഷർ നീ ജോയിന്റിൽ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് ഒരുപാട് കാലം അങ്ങനെ പ്രഷർ കൂടി നിൽക്കുകയാണ്. മീൻസ് വെയിറ്റ് കുറയ്ക്കുന്നൊന്നുമില്ല, ഓവർ വെയിറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ തള്ളൽ വരുമ്പോൾ അതിനിടയിലുള്ള സ്പേസ് മീൻസ് ആ ജോയിന്റിൽ ഓരോ എല്ലുകൾക്കും ഇടയിൽ വരേണ്ട സ്പേസ് കുറയാൻ തുടങ്ങും. കുറഞ്ഞു വന്ന് നല്ല രീതിയിൽ ആ ഒരു നമ്മളിങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്ന പോലുള്ള കണ്ടീഷനിലേക്ക് മാറും. അതാണ് മെയിൻ സംഭവം വരുന്നത്. അതുപോലെ തന്നെ
ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് ഫാറ്റ് സെൽസ് ഉണ്ടാവും. ആ ഫാറ്റ് സെൽസ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഉണ്ടാക്കുന്നുണ്ട്. അതുവഴിയും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരാം. അങ്ങനെ പല കേസുകളുണ്ട്. ഫ്ലൂയിഡ് കുറയും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാൽമുട്ടിൽ ഫ്ലൂയിഡ് കുറയും സ്വാഭാവികമായിട്ടും, പ്രഷർ ചെല്ലല്ലേ. അപ്പൊ അതിനുള്ളിൽ പ്രഷർ ചെന്ന് അതിനിടയിലുള്ള സ്പേസ് കുറഞ്ഞതനുസരിച്ച് അവിടെയുള്ള ലൂബ്രിക്കേഷൻ കുറയും. ആ സൈനോവിയൽ ഫ്ലൂയിഡിന്റെ അളവും കുറയും, അപ്പോൾ ലൂബ്രിക്കേഷനും കുറയും, ആ നോർമൽ മൂവ്മെന്റ്സ് നടക്കത്തില്ല. പിന്നെ ഇത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ വെയിറ്റ് കുറയ്ക്കാനുള്ള വേറെ എന്തെങ്കിലും വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ്. എന്താണോ അത് ഉണ്ടാക്കുന്ന നിദാനം, മീൻസ് കോസ് എന്താണോ അത് ആദ്യം മാറ്റുക എന്നുള്ളത്. നിദാന പരിവർജനമാണ് ആദ്യം ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആയുർവേദത്തിൽ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് അത് ചെയ്യുക, അത് ചെയ്തതിന് ശേഷം ബാക്കി ഏത് ചെയ്തിട്ടും കാര്യമുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, പെയിൻ കുറയ്ക്കുന്നു, എഗെയിൻ അത് വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ ഈ പണ്ടത്തെ ആൾക്കാരുണ്ടല്ലോ, ഈ മുട്ടുവേദനയൊക്കെ വരുമ്പോൾ ജസ്റ്റ് എണ്ണ വൈകിട്ടാകുമ്പോൾ ജസ്റ്റ് ഒരു മുറിവെണ്ണ, കർപ്പൂര എണ്ണ ഇതൊക്കെ ജസ്റ്റ് ഇട്ടിട്ട് കിടക്കും. ഇപ്പൊ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇപ്പൊ എനിക്ക് പുറത്ത് ജസ്റ്റ് ഒരു പുരട്ടുന്നതല്ലേ ഉള്ളൂ, നമുക്ക് അകത്ത് ഇന്റേണലി നമുക്ക് എന്താണ് പ്രശ്നമുള്ളത് അവിടെ തന്നെ കാണും. അപ്പൊ അത് ചെയ്യുന്നത് അത് എങ്ങനെയാ അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ, കാര്യമുണ്ടോ? അതായത് ഇപ്പോ പഴയ കാലത്ത് എല്ലാവരും പറയും എന്ത് വേദന എവിടെ വന്നു കഴിഞ്ഞാലും, പ്രത്യേകിച്ച് എല്ലാവർക്കും വരുന്ന മുട്ടുവേദനയും കാലുവേദനയാണ്. അപ്പൊ എന്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും അതിന് എണ്ണ ഇട്ടാൽ മതി, അല്ലെങ്കിൽ തൈലം മരുന്നാശുപത്രിയിൽ പോയിട്ട് തൈലം മേടിച്ചിട്ട് വാ, നമുക്ക് തേക്കാം, ഇങ്ങനെ തന്നെയാണ് എല്ലാവരും പറയാം. പക്ഷേ നമ്മളത് ചെയ്യുമ്പോൾ അതില് ഇപ്പൊ മുറിവെണ്ണ യൂസ് ചെയ്യും, കുഴപ്പമില്ല, കർപ്പൂരാതി ഒക്കെ ഓക്കെ, നല്ലതാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവിടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എപ്പോഴും രണ്ട് സർഫസ് തമ്മിൽ ഈ ഒരു ഫ്രിക്ഷൻ സംഭവിക്കുമ്പോൾ നമുക്ക് ആ ഒരു മീൻസ് ആ ഒരു ഏരിയയിലുള്ള പെയിനിന് ഒരു താൽക്കാലിക ആശ്വാസം കിട്ടും. എപ്പോഴും രണ്ട് സർഫസ് തമ്മിലുള്ള റബ്ബിംഗ് ആണ്. ഓഫ് കോഴ്സ് അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ റബ്ബിങ്ങിൽ ഉണ്ടാവുന്ന ഒരു മീൻസ് പെയിൻ റിലീഫ് ഉണ്ടാവും, അതിലുണ്ടാവുന്ന ഹീറ്റിൽ ഉണ്ടാവുന്ന ഒരു റിലീഫ് ഉണ്ടാവും. അങ്ങനെ സ്വാഭാവികമായിട്ടൊരു കുറവ് എന്തായാലും ഉണ്ടാവും. പിന്നെ രണ്ടാമത് മുറിവെണ്ണ പോലുള്ള തൈലങ്ങളൊക്കെ ആണെങ്കിൽ, മീൻസ് മുറിവെണ്ണ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ദോഷങ്ങളൊന്നും ഇല്ല. യൂസ് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല, ചെയ്യരുത് എന്ന് ഞാൻ പറയില്ല, ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ എല്ലാ തൈലങ്ങളും ഉപയോഗിക്കാൻ പറ്റില്ല. ചില തൈലങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ നീര് അവിടെ ഇരുന്ന് കല്ലിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതെ, അത് നമ്മൾ അത് ഉണ്ടാക്കുന്ന അതിന്റെ ബേസ് എന്താണ്, ആ തൈലത്തിന്റെ ബേസ് എന്താണ്, അതിനാസ്പദമാക്കിയിട്ട് ഇരിക്കും. മുറിവെണ്ണയ്ക്ക് പിന്നെ അങ്ങനൊരു പ്രശ്നം വരാൻ സാധ്യത കാണുന്നില്ല. അത് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അതുപോലെ ഇരിക്കും. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതകൾ കാണുന്നില്ല. എന്നിരുന്നാലും ബേസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ നീര് മാറ്റിയതിന് ശേഷം ഏതൊരു മരുന്നും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കാം. നീര് മാറാതെ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഡയഗ്നോസിസ് മാറി, ഇപ്പൊ ചിലപ്പോൾ ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാരായിരിക്കും, അപ്പൊ അവര് ചിലപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ആർത്രൈറ്റിസ് അല്ല ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. അതെ, ചില ആൾക്കാർ ചിലപ്പോൾ ഇത് ചിലപ്പോൾ ആർത്രൈറ്റിസ് ആയിരിക്കും, ചിലപ്പോൾ അവര് ചിലപ്പോൾ ഇങ്ങനെ എണ്ണ തേച്ചിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് തേച്ചുകൊണ്ടിരിക്കാന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. ഉറപ്പായിട്ടും. കാരണം നമ്മള് ഈ കണ്ടീഷനിലെല്ലാം എപ്പോഴും ഇന്റേണലിയും എക്സ്റ്റേണലിയും ട്രീറ്റ്മെന്റ് ഒരേ സമയം. കാരണം അവിടെ നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുട്ടെന്നല്ല നടുവെന്നല്ല ഏത് ജോയിന്റ് ആയിരുന്നാലും എവിടെ വേദന ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും അവിടെ ഒരു നീരുണ്ടാവും. പെട്ടെന്നുണ്ടായ ഒരു ആക്സിഡന്റോ ഒരു പെട്ടെന്നുണ്ടായ ഒരു ട്രോമ അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു നീരും ഉള്ളിൽ ഇൻഫ്ലമേഷനും പുറമെ ആ ഒരു സ്വെല്ലിങ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അത് മാറിയാലേ എവിടെയാണോ റൂട്ട് കോസ് അവിടേക്ക് നമുക്ക് മെഡിസിൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ല നമ്മൾ ജസ്റ്റ് എണ്ണ കഴിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ല, അങ്ങനെ കാര്യമില്ല എന്നല്ല, താൽക്കാലിക ആശ്വാസം മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ആയുർവേദത്തില് നമ്മൾ ഈ മുട്ടുവേദനയ്ക്ക് കിഴിയൊക്കെ ഉപയോഗിക്കാറുള്ളൂ, കിഴി ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ മുട്ടിന് ചുറ്റും ഇങ്ങനെ ഒരു കോളം പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എണ്ണ നിറച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? അതായത് നമുക്ക് മുട്ടുവേദനയായിട്ട് വരെ സന്ധിഗതവാദമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക ആയുർവേദത്തിൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നപ്പോൾ എല്ലാ ട്രീറ്റ്മെന്റുമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നീര് കുറയ്ക്കുക എന്നുള്ളതാണ്. കുറച്ച് നമ്മൾ പറഞ്ഞ പോലെ അപ്പൊ നീര് കുറയ്ക്കണമെങ്കിൽ ഒരു നോർമലി നമ്മൾ ഫസ്റ്റ് പറയുന്നത് ലേപനം ചെയ്യണം എന്ന് പറയും. ലേപനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള ചൂർണങ്ങളുണ്ട്. ആ ചൂർണങ്ങൾ നമ്മൾ കാലില് ഒരു പേസ്റ്റ് രൂപത്തിലേക്കാക്കി ചില മരുന്നുകളും കൂടെ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി ഈ എവിടെയാണോ ബുദ്ധിമുട്ടുള്ളത് ആ നീരും വേദനയും ഒക്കെ ഉള്ള ആ മുട്ടിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് അത് അങ്ങനെ വെച്ചിരുന്ന ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ റിമൂവ് ചെയ്യും. അങ്ങനെ പയ്യെ അവിടുത്തെ നീര് വലിഞ്ഞു വരും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നൈറ്റിൽ ഇപ്പൊ പകല് നമുക്കിട്ട് പറ്റില്ല എന്ന് വെച്ചാൽ ഉപനാഹം പോലെ രാത്രി നമ്മൾ ഇതുപോലെ തന്നെ ലേപം ചെയ്തിട്ട് ഇലയൊക്കെ വാട്ടി അതിന്റെ മുകളിൽ കവർ ചെയ്ത് അതിന്റെ മുകളിൽ കുറത്തുണിയൊക്കെ വെച്ച് കെട്ടി അങ്ങനെ ഉപനാഹമായിട്ട് കെട്ടിവിടാറുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഓവർനൈറ്റ് ഫുൾ ഈ ഒരു മരുന്ന്
ആ ഭാഗത്തേക്ക് പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നീര് നമുക്ക് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ധാന്യാമ്ലധാര എന്ന് പറയും. ധാന്യാമ്ലം എന്ന് പറയുന്നത് നമ്മൾ പുളിപ്പിച്ചുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആ ഫ്ലൂയിഡ് വെച്ചിട്ട് നമ്മൾ ആ മരുന്നാണ് നമ്മൾ കൂടുതലും നീര് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇതൊക്കെ പ്രൈമറി സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് നമ്മളെ പഞ്ചകർമ്മ പോലെ സ്നേഹനത്തിലേക്ക് കടക്കാം. അതായത് അഭ്യംഗം, എണ്ണയിട്ട് തടവൽ ചെയ്യും. എണ്ണയിട്ട് തടവിയതിന് ശേഷം വിയർപ്പിക്കുക പറയും, സ്വേദനം ചെയ്യും. അതിനുശേഷമാണ് കിഴി കൊടുക്കുക. അപ്പൊ ഈ കിഴി കൊടുക്കുന്ന അതിനുശേഷമല്ല, സ്വേദനത്തിന് മുമ്പ് നമ്മൾ എണ്ണയിട്ട് തടവിയതിന്റെ പിന്നാലെ കിഴി കൊടുക്കും. കിഴി കൊടുത്തിട്ടാണ് വിയർപ്പിക്കലും മറ്റൊക്കെ ചെയ്യുക. ഇത് ഒരുമിച്ച് എല്ലാ ദിവസവും ചെയ്യുക അങ്ങനെയല്ല, ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഇത്ര ദിവസം ഇന്ന സംഭവം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാം. അപ്പൊ ഈ കിഴി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസുകളിൽ ഇലക്കിഴി ആയിരിക്കും നമ്മൾ ഇടുക, ചില കേസുകളിൽ പൊടിക്കിഴിയായിരിക്കും ചെയ്യുന്നത്. ഈ പൊടിക്കിഴി തന്നെ ദേഹത്ത് എണ്ണ തടവിയതിനു ശേഷം പൊടിക്കിഴി ഉപയോഗിക്കുന്ന കേസുകളും ഉണ്ട്. എണ്ണ തൊടാതെ പൊടി മാത്രം, ആ കിഴി മാത്രം വെച്ചിട്ട് ചെയ്യുന്ന കേസുകളും ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഞവരക്കിഴിയുണ്ട്. അപ്പൊ ഇത് ഓരോന്നും ചെയ്യുന്നതിന് ഓരോരോ കണ്ടീഷൻസ് ഉണ്ട്. അത് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഡയറക്റ്റ് ഒരാൾ വന്നു മുട്ടിന് ബുദ്ധിമുട്ട് മാറണം, നമുക്ക് ഞവരക്കിഴി ചെയ്യാൻ പറ്റില്ല. അത് വന്ന് ഭ്രമണമാണ്, നറിഷിംഗ് ട്രീറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ കാര്യം തണുപ്പാണ്. അപ്പം ഈ മുട്ടുവേദന കേസുകളിൽ തണുപ്പ് ഏറ്റവും കൂടുതൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അതേസമയം മുട്ടിന്റെ ട്രീറ്റ്മെന്റിന് അത് അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ നീരൊക്കെ കുറഞ്ഞ് ആ ഭാഗത്തേക്ക് ഈ ട്രീറ്റ്മെന്റ് കൊടുത്ത് കിഴിയൊക്കെ കൊടുത്ത് അവിടുത്തെ ബുദ്ധിമുട്ട് മാറണം. കിഴി കൊടുത്ത് വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ എവിടെയാണോ മെയിൻ പ്രശ്നം ആ നീരെല്ലാം മാറി ആ മെയിൻ കോസ് എവിഡന്റ് ആയി വരും. ആ ടൈമിൽ നമുക്ക് ജാനുവസ്തി എന്നുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ജാനുധാര കൊടുക്കാം. ജാനുവസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഴുന്നുമാവ് വെച്ചിട്ട് തടം കെട്ടി നിർത്തി അതിനുള്ളിലേക്ക് തൈലം നിർത്തുന്നതാണ്. അപ്പോൾ ഇതിനായിട്ടുള്ള സ്പെസിഫിക് തൈലങ്ങൾ യൂസ് ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതേ തൈലങ്ങൾ തന്നെ പീച്ചിൽ പോലെ ധാരയായിട്ട് മുട്ടിൽ മാത്രമായിട്ട് ചെയ്യുന്ന കേസുകളുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റും. അതും അല്ല, ഈ സംഭവങ്ങളെല്ലാം ചെയ്ത് വരുമ്പോഴേക്കും എവിടെയാണോ മെയിൻ പ്രശ്നം, അതായത് ഈ മരുന്നുകൾ അങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യം തന്നെ ഉള്ളിലേക്ക് ഇറങ്ങി അവിടെയുള്ള ബുദ്ധിമുട്ട് എന്താണോ അത് പുറത്ത് വരണം, ക്യൂർ ആവണം നല്ല രീതിയിൽ. അതിനുശേഷം ഈ നീര് കുറഞ്ഞു വരുന്ന മുട്ടുകളുടെ അവസ്ഥ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കേസുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു എബോവ് 60 കേസുകളിലൊക്കെ എപ്പോഴും കണ്ടുവരുന്ന ഒരു സംഭവമാണ്. എപ്പോഴും ഈ മുട്ട ഇങ്ങനെ കിലുങ്ങുന്നത് പോലെ ഒരു മീൻസ് അത്രയ്ക്കും ജോയിന്റ് ലൂസ് ആവും. ഈ സ്വെല്ലിംഗ് കൊണ്ട് ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് ഇരുന്ന സംഭവം ഇത് വന്ന് ലൂസ് ആവും. അപ്പൊ ലൂസ് ആവുമ്പോൾ ആള് അത്രയും നാളും വേദന കാരണം നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ, നീര് കൊണ്ട് ഒട്ടും നിവർത്തിയില്ല എന്ന് പറയുന്ന ആൾക്കാർ പിന്നെ പറയും നടക്കുമ്പോൾ കിലുങ്ങുന്ന ഇത് ലൂസായി കിടക്കുന്ന ടൈറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കും. അതാണ് പിന്നൊക്കെയാണ്. അപ്പൊ അതിനാണ് നമ്മൾ ഞവരക്കിഴി യൂസ് ചെയ്യാം. പണ്ട് കാലത്ത് മാംസക്കിഴിയൊക്കെ യൂസ് ചെയ്തിരുന്ന കാലങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്ത് വരുന്നത് ഞവരക്കിഴിയാണ്. ഞവര അരിയും പാലും പിന്നെ മറ്റു മരുന്നുകളും ഒക്കെ ചേർത്തിട്ട് ചെയ്യുന്ന സംഭവമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നറിഷ്മെന്റ് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും തേയ്മാനം ഒരു വട്ടം മാറുമോ എന്ന്. നമുക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് ചെയ്ത് ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവൻ ഉള്ളിടത്തോളം കാലം ഡീജനറേഷൻ മാത്രമല്ല തിരിച്ച് റീജനറേഷനും പറ്റും. പക്ഷെ പ്രായമാവുന്നതനുസരിച്ച് അതിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരും. പക്ഷെ ടൈം എടുത്തിട്ടായിരുന്നാലും കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ പഴയകാല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പൊ പഴയകാല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇന്നും മുട്ടുവേദനയോ നടുവേദനയോ തോളുവേദനയോ ഒന്നും കാണുന്നില്ല. എന്തുകൊണ്ടാ? അവരിന്നും ആ രീതിയിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് എന്താ പ്രായമാവുന്നില്ലേ? ഉണ്ട്. അപ്പൊ പ്രായമായി കഴിഞ്ഞാൽ അങ്ങനെ നല്ല പ്രായമായ ആൾക്കാർക്കും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ കുറച്ചധികം സമയം എടുക്കും. അവർക്കുള്ള മറ്റ് അസുഖങ്ങളെയൊക്കെ കൂടെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് സുഖമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു പരിധിവരെയും മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർക്കൊക്കെ നമ്മളിപ്പോൾ ആക്സിഡന്റ് ആവാറുണ്ട്, ചിലപ്പോൾ എവിടെയെങ്കിലും വന്ന് വീഴാറുണ്ട്, വീഴുന്നിട്ട് മുട്ടിനൊക്കെ നമ്മുടെ ക്ഷതമൊക്കെ വരാറുണ്ട്. ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് നമുക്ക് ആയുർവേദത്തിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും? അതായത് ഇപ്പോൾ മുട്ടിനൊക്കെ പ്രശ്നമായിട്ട് വരുന്ന കേസുകളിൽ ഫ്രാക്ചർ ഉണ്ട് എങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല, റെസ്റ്റിൽ വിടുക. നന്നായിട്ട് പ്ലാസ്റ്റർ പാരീസ് ഒക്കെയാണ് അലോപ്പതി ചെയ്യുക. നമുക്കും അതുപോലുള്ള മെത്തേഡ്സ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ചെയ്ത് ഇമ്മൊബിലൈസ് ചെയ്യാം, ഫുൾ റെസ്റ്റ്. അങ്ങനെ ഇമ്മൊബിലൈസ് ചെയ്യുന്നത് തന്നെയാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് വരുന്നത്. പിന്നെ അങ്ങനെ ഇമ്മൊബിലൈസ് ചെയ്യുന്നത് വഴി അത് താനെ ഊറി പിടിക്കാൻ തുടങ്ങും. ഊറി പിടിച്ചതിന് ശേഷം പയ്യെ പുറമെയുള്ള നീരും ചൊട്ടി വരാൻ തുടങ്ങും. ഒരു ചില കേസുകളിൽ ആ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇഞ്ചുറി, മീൻസ് അതിന്റെ ഗ്രേഡ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കണക്കാക്കിയാണ്. ചെറിയൊരു വിഷയം ഉള്ളെങ്കിൽ മേ ബി 1 മാസത്തെ റെസ്റ്റ് കൊണ്ട് തന്നെ എല്ലാം ക്ലിയർ ആവും. പക്ഷേ ഇപ്പോൾ ഒരു 3 months നമുക്ക് വേണ്ട കേസുകളുണ്ട്, 6 months വേണ്ട കേസുകളുണ്ട്. ഡിപ്പെൻസ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഞ്ചുറി ഉണ്ട്, ഫ്രാക്ചർ ആണെന്നുണ്ടെങ്കിൽ
ഫസ്റ്റ് ഇതാണ്. അതിനുശേഷം അത് ഊറി പിടിക്കുന്ന ടൈം നമ്മൾ അലോട്ട് ചെയ്ത് അത് പിടിച്ചു നമുക്ക് ഉറപ്പായതിനു ശേഷം നമുക്ക് ഫർദർ എന്തെങ്കിലും സ്വെല്ലിങ്ങോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റാം. ഇനി അതല്ല ഡിസ്ലൊക്കേഷൻ ആണെങ്കിൽ എന്തായാലും നല്ല രീതിയിലുള്ള സ്വെല്ലിംഗ് ഉണ്ടാവും. അപ്പം അതിനും ഇതുപോലെ തന്നെ പറ്റിയാൽ അപ്പോൾ അവരുടെ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഡിസ്ലൊക്കേഷൻ ഉണ്ടെങ്കിൽ പിടിച്ചിട്ടിട്ട് നമ്മൾ നല്ല ബാൻഡേജ് കൊടുക്കുക. അതിൽ കുറഞ്ഞു വരും. അതിൽ ലിഗമെന്റ് ടിയർ വരികയാണെങ്കിലും ഫ്രാക്ചർ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതേസമയം ഈ ഫ്രാക്ചർ ഡിസ്ലൊക്കേഷൻ ടിയർ അങ്ങനെ ഒന്നുമില്ല, കാർട്ടിലേജ് ഡൗൺ ആവുന്നില്ല, ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും അല്ലാതെ പുറമേയുള്ള ഈ ചതവും ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ ഇടി കിട്ടിയ സമയത്ത് നമ്മുടെ ഈ ജോയിന്റിൽ നല്ല രീതിയിൽ ക്ഷതം പറ്റിയിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഈ പറഞ്ഞ കണക്ക് ആദ്യം നോർമൽ മുറണ്ണ ബാൻഡേജ് കൊടുത്താൽ തന്നെ ഏറ്റവും ബെറ്റർ. ഇനി അതിനുശേഷം പയ്യെ അത് കുറഞ്ഞു വന്നിട്ട് ബാക്കി എന്തെങ്കിലും മീൻസ് ഉള്ളിൽ എന്തെങ്കിലും സ്വെല്ലിങ്ങുകളൊക്കെ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് അത് പയ്യെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇങ്ങനെ വന്ന ആൾക്കാർക്കുണ്ടല്ലോ, ഇപ്പൊ ചില എനിക്ക് തോന്നുന്നത് കുറെ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട് നമുക്ക് ഈ മുട്ടുവേദന ഇങ്ങനെ ഫ്ലൂയിഡ് കൂടാൻ വേണ്ടിയിട്ട് ഈ ഭക്ഷണശീലങ്ങൾ, ഇപ്പൊ എക്സാമ്പിൾ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. ഇപ്പൊ എനിക്കൊന്ന് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. അങ്ങനെ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഡയറ്റിൽ തന്നെ. പക്ഷെ പൊതുവേ ഇപ്പോൾ ഒരു മുട്ടുവേദനയായിട്ട് വരുന്ന ഒരാളോട് ഞാനാണെങ്കിൽ ഫസ്റ്റ് പറയുന്നത് തൈര് ഒഴിവാക്കണം എന്ന് പറയും. തൈര് ഒഴിവാക്കണം, പുളിച്ച തൈര്. കാരണം അത് അഭിഷേകമാണ്. ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജോയിന്റിൽ ഇൻഫ്ലമേഷൻ ഉള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ കൂട്ടും. ഒന്ന് കൂടാൻ സാധ്യതയുണ്ട്, രണ്ട് നമുക്ക് എന്തൊക്കെ മെഡിസിൻസ് കഴിച്ചാലും അത് പഥ്യത്തിൽ വരുന്നൊരു പ്രധാന കാര്യമാണ്. അപ്പൊ മീൻസ് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ എക്സ്പീരിയൻസ് വഴി. നമുക്ക് ആ ഒരു എപ്പോഴും പറയും എരിവും പുളിയും കുറയ്ക്കണം എന്ന്. പക്ഷെ ഇതിൽ ഈ പുളിയുള്ള തൈരാകുമ്പോൾ അത് നമുക്ക് പുളി എന്നുള്ള ഫാക്ടർ മാത്രമല്ല, ബേസിക്കലി പുളിയുള്ള തൈര് നമ്മൾ അഭിഷേകമായിട്ടാണ് ആയുർവേദത്തിൽ കണക്കാക്കുക. സോ അത് നമുക്ക് ഓഫ് കോഴ്സ് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയും കുറച്ചൊക്കെ അധികം പ്രായമാവത്തുള്ള യൂത്തായിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ്, മറ്റ് ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ള പ്രശ്നങ്ങളില്ല, BP-യുടെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള കേസുകളിലാണെങ്കിൽ നമ്മൾ പറയും ആട്ടിൻ്റെ സൂപ്പ് വെച്ച് കുടിക്കാൻ പറയും. അത് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മളിതിൽ പറയണ്ടേ. വെജിറ്റബിൾസിൽ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കാൽഷ്യം ഒക്കെ കിട്ടത്തക്ക രീതിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുരിങ്ങാക്കായും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കഴിക്കാൻ പറയും. പിന്നെ ഫ്രൂട്ട്സിലായിരുന്നാലും ഈ പറഞ്ഞ കണക്ക് തന്നെ പേരക്കയും മറ്റു സംഭവങ്ങളും എല്ലാം നല്ലത് തന്നെയാണ്. അതിൽ ഇപ്പോൾ ഫുഡ് വഴി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താണ് കാൽഷ്യം കൂടുതൽ കിട്ടത്തക്ക രീതിയിലുള്ള മത്സ്യവും മാംസവും പിന്നെ മുട്ട കഴിക്കാം. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. ഡയറ്റ് വഴി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അറ്റ്മോസ്റ്റ് അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഡയറ്റ് മാത്രം കൊണ്ടൊന്നും നടക്കത്തില്ല. അതെ. ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് കൊണ്ട് ഇത് എത്ര ടൈം എടുക്കും നമ്മൾ ഈ മുട്ടുവേദന മാറാൻ വേണ്ടിയിട്ട്? ഇപ്പൊ എക്സാമ്പിൾ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് അത് ഓരോ ആൾക്കാരും 10 പേര് വരും, 10 പേർക്ക് 10 സമയമായിരിക്കും. ഓരോ ആൾക്കാർക്കും ഓരോ അവരുടെ അവസ്ഥ പോലെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൗട്ടി ആർത്രൈറ്റീസ് ആയിട്ട് വരണയാണെങ്കിൽ നല്ല ടൈം എടുക്കും. പിന്നെ തേയ്മാനം ആണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ച് ടൈം എടുക്കും. ആ ഒരു ഇടിയോ ചതവോ ആണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 3 to 5 days പരിപാടി കഴിയും. ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് അവർ നോർമലാവും, കുഴപ്പമില്ലാണ്. അതേസമയം ഈ പറഞ്ഞ പോലെ തേയ്മാനം അങ്ങനെയൊക്കെയുള്ള കേസുകളാണെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും. അത് എത്രത്തോളം ഡിഗ്രിയിലേക്ക് അത് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ബേസ് ചെയ്തിരിക്കും. അവരുടെ ഏജ് ഒന്ന്. രണ്ടാമത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ടൈമിലുള്ള ക്ലൈമറ്റ് എങ്ങനെയിരിക്കും. ഇപ്പോൾ നല്ല മഴയുള്ള സമയം, അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചധികം ടൈം എടുക്കും. സാധാരണ നമുക്ക് പറ്റുന്നതിനേക്കാളും, കാരണം അവർ തിരിച്ച് ഇതേ ക്ലൈമറ്റിലേക്കാണ് എക്സ്പോസ്ഡ് ആവുന്നത്. അപ്പം അത് ഒന്ന്. പിന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏജും ഈ ക്ലൈമറ്റും അവരെടുക്കുന്ന ഫുഡ്, അവരുടെ നോർമൽ ഫിസിക്കൽ ആക്ടിവിറ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലോറി ഡ്രൈവറാണ്, എത്രയും സമയം ഒരേ പോസ്റ്ററിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇനി എന്താണ് ഇപ്പോൾ കടലിൽ പോകുന്നവരാണ്, അവർക്ക് പിന്നെയും ബെറ്റർ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, കടലിൽ നിന്നുള്ള ഉപ്പ് കാറ്റും ഉപ്പ് വെള്ളവും ആ ഉപ്പിന് എപ്പോഴും സ്വെല്ലിങ് കുറയ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് അതേസമയം അവരുടെ സ്ട്രെയിൻ, ജോലിയിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ കൂടുതലാണ്. അതുപോലെ IT പ്രൊഫഷണൽസിന് അവരെപ്പോഴും ഒരേ ഇരിപ്പാണ്. ഇടയിലൊരു ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന IT പ്രൊഫഷണൽസ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ പറയും, ശരിയാണ് മീറ്റിംഗ്സ് ഒക്കെ അവേഴ്സോളം ഉണ്ടാവും, ശരി തന്നെയാണ്, ഇല്ലെന്നല്ല. പക്ഷെ ഇടയിലൊരു ഗ്യാപ്പ് എടുത്ത് കുറച്ച് സമയം ഒന്ന് നീറ്റ് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരുമോ അല്ലെങ്കിൽ ഒന്ന് വെള്ളം കുടിച്ചിട്ട് വരുമോ ചെയ്യുമ്പോൾ നമ്മൾ ഒരേ പോസ്റ്ററിൽ ഇരിക്കുന്ന ജോയിൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവും. ഒരേ രീതിയിൽ ഇരുന്ന് പോയ സ്റ്റിഫായി പോകും. അത് ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലാത്ത ആൾക്കാർക്ക് പയ്യെ ഈ ഒരു അവസ്ഥയിലേക്ക് പോകാൻ കാരണമാവും. ഈ മുട്ടുവേദനയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് നോർമൽ ആൾക്കാർക്ക്? പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചെറിയ പ്രായം തൊട്ടേ നമ്മൾ എക്സസൈസുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാം, കഴിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഓവർ വെയിറ്റ് ആവാതിരിക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് ബേസിക് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. പിന്നെ ഫുഡിലായിരുന്നാലും കാൽഷ്യം ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. എപ്പോഴും നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മുടെ ബോൺസ് ഒക്കെ പയ്യെ പയ്യെ വീക്ക് ആവാൻ തുടങ്ങും. വീക്ക് ആവുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കാൽഷ്യം ഡെഫിഷ്യൻസിയാണ്, രണ്ടാമത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അതെല്ലാവരും കാൽഷ്യം നമുക്ക് എടുക്കാം, ശരി, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് പുറമേ നിന്ന് കൊടുക്കാം, ഓക്കെ. പക്ഷെ സ്റ്റിൽ നമ്മളെ ബോഡി അത് സ്വയമേ എടുക്കുന്നത് പോലെ ആവണമെന്നില്ല. ഒന്ന്. രണ്ടാമത് വെച്ചാൽ ഇപ്പോൾ വൈറ്റമിൻ ഡിന്റെ കാര്യം പറഞ്ഞു. വൈറ്റമിൻ ഡി 3 പറയുമ്പോൾ അതിൽ എപ്പോഴും ഈ കാൽഷ്യത്തിന് നമ്മളെ ബ്ലഡിൽ നിന്ന് നമുക്ക് മീൻസ് അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സംഭവമാണ്, ഈ വൈറ്റമിൻ ആണ്. അപ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞാലും കാൽഷ്യം കുറയും, അല്ലാതെയും കാൽഷ്യം കുറയാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള കണ്ടീഷൻ, ഇപ്പോൾ ചില എന്താണ് തേയ്മാനം കണ്ടീഷനിൽ അത് വരും, തേങ്ങി പോവാണ്, അവിടെ വീണ്ടും ശരിയായി വരുന്നില്ല. ഒന്ന്. രണ്ടാമത് വേറൊരു ഓസ്റ്റിയോപോറോസിസ് വരാൻ ചാൻസ് ഉള്ള കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബോൺ മാരോ റിലേറ്റഡ് അസുഖങ്ങൾ വരുന്ന ആൾക്കാർക്ക്, അതുപോലെ തന്നെ ക്യാൻസർ വന്നിട്ട് ഇപ്പോൾ ശരീരത്തിൽ എവിടെ വേണോ ഒരാൾക്ക് ക്യാൻസർ വരാം. പക്ഷെ വൺസ് വന്നു, നമ്മൾ ട്രീറ്റ് ചെയ്തു, ക്യൂർ ചെയ്തു, അവരൊക്കെയാണ്, ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇൻടേൺ ഉള്ളിൽ എവിടെയെങ്കിലും ബ്ലഡിൽ അല്ലെങ്കിൽ ബ്ലഡിലോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ പിന്നെയും എന്തായാലും ക്യാൻസർ സെൽസ് ഉണ്ടാവാൻ 99% ചാൻസ് ഉണ്ട്. അത് വന്ന് എവിടെയാണ്, ലങ്സിലാണോ കയറി പ്രശ്നം ഉണ്ടാക്കുന്നത് പറയാൻ പറ്റില്ല, ബോൺസിലാണോ പറയാൻ പറ്റില്ല. കൂടുതൽ കണ്ടുവരുന്നത് മീൻസ് ഞാൻ കുറേ കേസുകൾ കണ്ടിട്ടുള്ള, ഒന്നല്ല 3-4 കേസ് റീസെൻ്റ്ലി ഈ ഒരു 1 ഇയറിനുള്ളിൽ കണ്ടതാണ്. അവർക്ക് വലിയ വലിയ ജോയിൻസിൽ, ഫോർ എക്സാമ്പിൾ തൈ ബോണിൽ, അതുപോലെ തന്നെ താഴെ ടിബിയ, മുട്ടിന് താഴെയുള്ള ടിബിയയിൽ, ഈവൻ ഈ പാറ്റിലയിൽ, അങ്ങനെ കുറച്ച് മീൻസ് നമുക്ക് കൂടുതൽ എവിഡൻ്റ് ആയിട്ട് അറിയാൻ പറ്റുന്ന ബോൺ ഉള്ള സംഭവങ്ങളിലെല്ലാം അകത്ത് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പുറമേ ഒരു പാട പോലെ ചെറിയൊരു ബോണിന്റെ ഒരു സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ, ഉള്ളില് വെറും ഹോളോ. അതെ, അവിടെ മജ്ജയും ഉണ്ടാവില്ല, വേറെ സംഭവങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ആ കേസുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് അത് ആഫ്റ്റർ എഫക്റ്റ്, ക്യാൻസറിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. എപ്പോൾ വേണോ ഒന്നും നമ്മൾ ബലം കൊടുത്ത് നടന്നാൽ ഫ്രാക്ചർ ആവും. അതാണ് അവസ്ഥ. പിന്നെ നമുക്ക് നിയർ റീപ്ലേസ്മെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തേയ്മാനം പോലുള്ള കണ്ടീഷനിൽ ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഒരു ക്യാൻസറിന്റെ ഒക്കെ ബാക്കിയായിട്ട് വന്ന കേസുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ കൂടുതലൊന്നും അതിൽ ചെയ്യുന്ന കാര്യം പാടായിരിക്കും. മീൻസ് ഓൾറെഡി അവരുടെ ബോഡി വീക്ക് ആയിരിക്കും. നമ്മൾ എന്ത് കൊടുത്താലും അത് അക്സെപ്റ്റ് ചെയ്യാനും അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കാനും ഉള്ള ഒരു കപ്പാസിറ്റി ബോഡിക്ക് വേണമല്ലോ. അതാണ് മെയിൻ സംഭവം. പിന്നെ ബാക്കി തേയ്മാനം കേസുകളിലൊക്കെ നമുക്ക് പിന്നെ ഒരു റീജനറേഷൻ കപ്പാസിറ്റി കൂടുതലാണ്, ഈ ഒരു കേസ് പോലെ അല്ല. അപ്പം അങ്ങനെ ഈ കാൽഷ്യം കുറയാൻ ഇങ്ങനെ ചാൻസസ് ഒരുപാട് വഴികളുണ്ട്, പല അസുഖങ്ങളുണ്ട്. ലൈക്ക് ഇപ്പോൾ സിക്കിൾ സെൽ അനീമിയ പോലുള്ള കേസുകളൊക്കെ വരുമ്പോഴും ഒക്കെ ഇങ്ങനെയുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും വരുമെന്നല്ല, പക്ഷെ പണ്ടത്തെ പോലെ അല്ല. ഇപ്പം മാലിഗ്നൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളും പണ്ട് ഈ പറഞ്ഞ 1,00,000 ഒരാൾക്കാണെങ്കിൽ ഇന്ന് 100 ഒരാൾക്കാണ്. അതാണ് അവസ്ഥ. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഡയറ്റും ബാക്കി ഇപ്പോൾ വെള്ളം കുടിക്കുന്നത്, പിന്നെ എക്സസൈസ് ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യോഗ ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ യോഗ കോമൺ ആയിട്ട് വരുന്നത്, ഓഫീസിലൊക്കെ എല്ലാവരും യോഗ ചെയ്യാം. ഇപ്പൊ ഏതൊക്കെ യോഗ ചെയ്യാനാണ് നമുക്ക് ഈ മുട്ടുവേദനയ്ക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് യോഗസ് നമുക്ക്? അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നു, നല്ല നീരും സിവിയർ ആയിട്ടുള്ള പെയിനും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സമയത്ത് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിപ്പോൾ എക്സസൈസ് ആയിരുന്നാലും യോഗാസനങ്ങളായിരുന്നാലും. പിന്നെ ഒരു കാം നേച്ചർ ഉണ്ടാവാനും പയ്യെ ഒരു മീൻസ് ബോഡിയെ തന്നെ കുറച്ചൊന്ന് നോർമലാക്കി എടുക്കാനും പ്രാണായാമമൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഇനി ഒരുവിധം നമ്മളിപ്പോൾ ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്ത് നീരൊക്കെ കുറഞ്ഞു, വേദനയൊക്കെ കുറവുണ്ട് എന്നുള്ള കേസുകളിൽ പയ്യെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ ജോയിൻസിൽ മൂവ്മെൻറ്റ്സ് ഇനിഷ്യേറ്റ് ചെയ്യണം, ആക്റ്റീവാക്കി കൊണ്ടുവരണം. അതിന് ഇപ്പം യോഗ ബേസ്ഡ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് പശ്ചിമോത്താസന, വൃക്ഷാസന, ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ എന്താണ് താടാസന എന്ന് പറയും. പിന്നെ എന്താണ് ഈ മത്സ്യബന്ധാസന എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ആസനങ്ങളൊക്കെ എപ്പോഴും നല്ലതാണ്. പക്ഷെ ചെയ്ത് തുടങ്ങുമ്പോൾ എപ്പോഴും തുടക്കത്തിലെ ഒറ്റയടിക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം എന്നുള്ള രീതിയിൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആസനം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം, ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, 3 times ചെയ്താൽ മതി. നെക്സ്റ്റ് ഡേ അതൊരു 5 times ചെയ്തിട്ട് പുതിയൊരു ആസനം കൂടെ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ പയ്യെ ബോഡിയെ ട്രെയിൻ ചെയ്തുകൊണ്ട് വരിക. ഇനി ഇതൊന്നും അല്ല ഉണ്ടെങ്കിൽ നടക്കാൻ പോയാൽ മതി. രാവിലെയോ വൈകിട്ടോ ഒന്ന് കുറച്ച് സമയം നടക്കുമ്പോൾ നന്നായിട്ട് കൈയും വീശി നന്നായിട്ട് കാലും നല്ല സ്പേസ് വെച്ച് നടന്ന് തന്നെ
നല്ലൊരു വിയർത്ത് വരണം. അത്രയും മീൻസ് ബോഡിക്ക് ആ ഒരു എക്സസൈസ് ബോഡിക്ക് ഉണ്ടാവണം, ആ ഒരു ഫാറ്റ് ബേൺ ആവണം. അതേപോലെ തന്നെ എല്ലാ ജോയിൻസിലും കൃത്യമായിട്ട് ആക്റ്റീവ് ആവണം. ഇതെല്ലാം നോക്കിയിട്ടായിരിക്കണം. നമ്മൾ വെറുതെ നടക്കാൻ പോയിട്ട് കാര്യമില്ല. ചെയ്യുമ്പോൾ ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ എപ്പോഴും ചിന്തിച്ച് തന്നെ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. താങ്ക് യു ഡോക്ടർ.